ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളം കുട്ടികളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒന്നാണ് മണ്ണാർക്കാട്ടെ ടിപ്പർ ലോറിയുടെ അപകടം. 4 പെൺകുട്ടികളാണ്, 13ഉം 14ഉം ഒക്കെ വയസ്സ് പ്രായമുള്ള മിടുക്കികളായ 4 പേരാണ് ഒന്നിച്ച് മരണത്തിന് കീഴടങ്ങിയത്. ഇതുപോലെ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ FBയിലൊക്കെ ധാരാളം ആളുകളുടെ പ്രാർത്ഥനയൊക്കെ ലഭിച്ച 1-2 ആളുകളെ അവരുടെ മരണവും, കുട്ടികൾ ഇതുപോലെ 16 വയസ്സ് 14 വയസ്സ്, അധികവും ആക്സിഡൻറ്റുകളാണ്. വേറെ ചിലത് രോഗങ്ങൾ, പെട്ടെന്നുള്ള രോഗങ്ങൾ മറ്റുമൊക്കെ. കുട്ടികളുടെ മരണത്തെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആദിയാണ്. ഒരു വർഷം മുമ്പ് എനിക്കേറെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടുപോയി കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്ന നേരത്ത് എന്നെ വരവേൽക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് സംഭാഷണം നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ മോനാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല മിടുക്കനായൊരു മകൻ. അവൻ പറഞ്ഞു, കോളേജിൽ വളരെ ഉഷാറാണ്, മാത്രമല്ല ഇവിടുത്തെ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്, വളരെ ആക്റ്റീവാണ്. ഞാൻ അവനെ പരിചയപ്പെട്ടു, സംസാരിച്ചു. പക്ഷെ പിറ്റത്തെ വർഷം അവനെനിക്ക് മെസ്സേജ് അയക്കുന്നത്, എൻ്റെ മകൻ പോയിട്ടോ. ഞാൻ ഉടനെ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ അതിലവന് ഇത്തിരി വിഷമത്തോടു കൂടിയാണെങ്കിലും അവൻ പറഞ്ഞത്, ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നതാണ്. അവന് ഇത്തിരി ശ്വാസം മുട്ടിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ അവന് പറ്റാത്ത എന്തോ ഭക്ഷണത്തിൽ കുടുങ്ങിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവന് ശ്വാസം വല്ലാതെ അങ്ങ് വലിച്ചു, പിന്നെ വിട്ടു. പിന്നെ അവന് കണ്ണൊക്കെ തുറിക്കുന്നത് കണ്ടു. ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 10-22 വയസ്സുള്ള ധാരാളം പ്രതീക്ഷകളുള്ള മക്കൾ പോകുമ്പോൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇന്നത്തെ എൻ്റെ ഖുതുബ, നേരത്തെ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തണലാണ് കുടുംബം. അഭിഷേകമായി മക്കൾ, നമ്മുടെ മക്കൾ, പൊന്നോമന മക്കൾ, അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മക്കളെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വല്ലാതൊന്നും ഓർക്കാറില്ല. പണ്ട് പറയാറില്ലേ, കൈയില്ലാത്തതിൻ്റെ പ്രയാസം മനസ്സിലാക്കണമെങ്കിൽ കൈയില്ലാത്തവരോട് ചോദിക്കണം, അല്ലെങ്കിൽ അവരെ കാണണം. കണ്ണില്ലാത്തവരുടെ പ്രയാസം മനസ്സിലാക്കണമെങ്കിൽ കണ്ണില്ലാത്ത ആളുകളുമായിട്ടുള്ള സഹവാസം ഉണ്ടാകണം, അപ്പോഴേ മനസ്സിലാകും. ഞാൻ ഓർത്തു പോകുന്നൊരു ചെറിയ സംഭവമുണ്ട്. ഒരിക്കൽ കോഴിക്കോട് വഴി വരുന്ന ഒരു ട്രെയിനിൽ ഒരു പയ്യനും 16-13 വയസ്സുള്ള ഒരു പയ്യനും അവൻ്റെ ഉമ്മയും പിന്നെ വാപ്പയും ഒക്കെ കയറി. ഇവനെ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ജനവാതിലിൻ്റെ സൈഡിൽ തന്നെ അവനെ ഇരുത്തി. സ്വാഭാവികമായിട്ടും ട്രെയിനിൻ്റെ മറ്റേ സീറ്റ് ഉണ്ടാവുമല്ലോ, മുന്നിലേക്ക് തിരിഞ്ഞിട്ടുള്ള മറ്റേ സീറ്റ്, അതിലും ആളുകളുണ്ട്. ഇവനിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവനിങ്ങനെ ഓരോന്ന് കണ്ടിട്ടും ചോദിക്കുകയാണ്, ഇതെന്താണ് അതെന്താണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഭയങ്കര ഹാവഭാവം, മുഖത്ത് ഭയങ്കര പ്രകടനം. മാവാണ്, പിലാവാണ്, ഞാവലാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മുഖം
ആഹ്ലാദത്തിൽ ഇങ്ങനെ വല്ലാതെ ഇതാക്കുന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് എന്താ മാവ് കാണാത്ത ആളാണ്, 10-16 വയസ്സായില്ലേ, പ്ലാവ് കാണാത്ത ആളാണ്. ഓരോന്ന് കാണുമ്പോഴും ഇവരിങ്ങനെ ഒച്ച വെച്ച് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതൊക്കെ മാവ്, ഇതൊക്കെ പ്ലാവ്, ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവൻ്റെ ഈ ഭാവമൊക്കെ കണ്ട് ട്രെയിനിലുള്ള ആളുകൾക്ക് അസ്വസ്ഥമാവാൻ തുടങ്ങി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടിയുടെ ഉമ്മ പറഞ്ഞു, ആള് ജന്മന അന്ധനാണ്, പക്ഷേ കുറച്ചു കാലത്തെ ചികിത്സയ്ക്ക് ശേഷം 2 ദിവസം മുമ്പാണ് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് അവന് കാഴ്ച തിരിച്ചു കിട്ടി. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ലോകത്തെ അവൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അവനക്ക് നേരത്തെ മാവ് അറിയാം, പ്ലാവ് അറിയാം, പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. മാങ്ങ തിന്നിട്ട് മാങ്ങ ഉണ്ടാവുന്നത് മാവിൽ നിന്നാണെന്നൊക്കെ അവനറിയാം. പക്ഷെ അത് കണ്ടപ്പോൾ അവനുണ്ടാകുന്ന ആഹ്ലാദമാണ്. അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ ആ ബോഗിയിലുള്ള മുഴുവൻ ആളുകളും അവൻ്റെ കണ്ണിലൂടെ പുറത്തോട്ട് നോക്കാൻ തുടങ്ങി. അവർ പ്ലാവ് കണ്ടു, മാവ് കണ്ടു, ഞാവൽ കണ്ടു. ചിലതൊക്കെ കാണാത്തത് കാണിച്ചു കൊടുക്കാനും അവർ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണില്ലാത്തവരുടെ ദുഃഖമറിയണമെങ്കിൽ കണ്ണില്ലാത്തവരിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കണം. കൈയില്ലാത്തവരുടെയും കാലിൽ ഇതൊക്കെ നമുക്ക് അല്ല തന്നതാണ്. നമ്മൾ ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് ബോധവാന്മാരേ അല്ല. ഇതുപോലെയാണ് മക്കളെ സംബന്ധിച്ച്. അള്ളാഹു നമുക്ക് മക്കളെ തന്നു. മക്കളെ തരാത്തവരുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, എന്തുമാത്രം ചികിത്സകൾ അവർ നടത്തുന്നു ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട്. അവസാനം ആരോ പ്രസവിച്ച് എവിടെയോ ഉപേക്ഷിച്ച് ഒഴിവാക്കി ഏതെങ്കിലും അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻ്ററുകളിലോ ചെന്ന് ആ കുട്ടിക്ക് വേണ്ട ജീവിത വിഭവങ്ങളൊക്കെ എഴുതി കൊടുത്ത് അവനെ മുഴുവൻ കാലവും സംരക്ഷിക്കാമെന്നും അയാളുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം എഴുതി കൊടുത്തൊക്കെ ഒരു കുഞ്ഞിനെ സ്വന്തമാക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു അതുപോലെയുള്ള ആളുകൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത്. ഇവിടെ ഖുർആനിൽ അള്ളാഹു മക്കളെ കൊടുത്തതിനെ സംബന്ധിച്ച് 3 പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഹിബത്ത് എന്നാണ്, മക്കളെ സമ്മാനമായിട്ട് നൽകി എന്നാണ്. അപ്പം സമ്മാനം ലഭിക്കുന്നതാണ് മക്കൾ, അങ്ങനെയാണ് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, ലില്ലാഹി മുൽക്കു സമാവാതി വല്ലർള്, ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതിൻ്റെ ആധിപത്യത്തിന് ഉടയവനായ അള്ളാഹു, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ അവൻ സൃഷ്ടിക്കുന്നു. എന്നിട്ട് പറയാ യഹബു ലിമൻ യശാ ഇനാഥൻ, അവൻ പെൺകുട്ടികളെ സൃഷ്ടിക്കുന്നു, ചിലർക്ക് അതിനെ സമ്മാനമായി കൊടുക്കുന്നു. യഹബു ലിമൻ യശാ ഇനാഥൻ, പെൺകുട്ടികളെ അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് സമ്മാനമായി അവൻ കൊടുക്കുന്നു. വയഹബു ലിമൻ യശാ ദുക്കൂറ, അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് സമ്മാനമായി ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസൻ, അവൻ ഇച്ഛിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും കൊടുക്കും. ഒരുമിച്ചും കൊടുക്കും, വേറിട്ടിട്ടും കൊടുക്കും. ഒരിക്കൽ ആണിനെ കൊടുത്തു, പിന്നെ പെണ്ണിനെ കൊടുത്തു, അല്ലെങ്കിൽ പെണ്ണിനെ കൊടുത്തു, ആണിനെ കൊടുത്തു, പിന്നെയും കൊടുത്തു പെണ്ണിനെ, പിന്നെയും കൊടുത്തു ആണിനെ. അങ്ങനെ അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമ, ചില ആളുകളെ അവൻ ഇതുപോലെ വന്ധ്യരാക്കി മാറ്റും. മച്ചികളെന്നൊക്കെ നമ്മൾ പറയും, പ്രസവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്ത, അതല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തിയിട്ട് അതിൻ്റെ ബീജത്തിൻ്റെ കൗണ്ടിങ് ഇല്ലാത്ത ആളുകളൊക്കെ ആക്കിയിട്ട് മാറ്റും. ഇന്നഹു അലീമുൻ ഖദീർ, കാരണം എല്ലാറ്റിനും അറിവും കഴിവുള്ളവൻ അള്ളാഹു ആകുന്നു. അവിടെ അള്ളാഹ് ഉപയോഗിച്ചത് ഹിബത്ത് എന്നാണ്, യഹബു എന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ സമ്മാനം. മക്കൾ എന്ന് പറയുന്നത് അതൊരു സമ്മാനമായിട്ട് ഞാൻ നൽകുന്ന പറഞ്ഞത്. അപ്പോൾ ഇത് പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ പ്രയോഗിച്ചത് ഇതുപോലെയുള്ള സമ്മാനം നൽകി എന്നതാണ്.
എന്ന വേറെ ചിലയിടത്ത് അള്ളാഹു ഉപയോഗിച്ചത്. ഇപ്പോൾ സൂറത്തു മറിയമിൽ പറയാം, അങ്ങനെ അദ്ദേഹം ആ ജനത്തെയും അള്ളാഹു അല്ലാത്ത അവരുടെ ആരാധ്യരെയും വെടിഞ്ഞപ്പോൾ ഫലമ്മാ ഇൽതസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖൻ വയഅഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യ. അവിടെ പറയാ സൂറത്തു മറിയമിൽ, അങ്ങനെ നാം അവന് വീടും കുടുംബവും എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിക്ക് വീടും കുടുംബവും ഒക്കെ വെടിഞ്ഞ് അള്ളാഹു അല്ലാത്ത ആരാധ്യരെ വണങ്ങിയിരുന്ന അതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എന്ത് നൽകി? ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും ഒക്കെ നൽകി എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് അള്ളാഹു ഉപയോഗിച്ചത് സമ്മാനമായിട്ടാണ് മക്കളെ കിട്ടുക എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞത് സീനത്തായിട്ടാണ്, അലങ്കാരമായിട്ട് മക്കളെ കൊടുക്കുന്നു. മക്കൾ എന്ന് പറഞ്ഞ ഒരു അലങ്കാരമാണ്. ആദ്യം പറഞ്ഞത് സമ്മാനാണ്, രണ്ടാമത് പറഞ്ഞത് മക്കൾ എന്ന് പറയുന്നത് അലങ്കാരാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നമ്മൾ സാധാരണഗതിയിൽ കേട്ട് പരിചയമുള്ള സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്താണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും പലരും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. അതിലൊരു വാക്കാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. പണവും സന്താനങ്ങളും എന്നൊക്കെ പറയുന്നത് സീനത്താണ്, അലങ്കാരങ്ങളാണ്. ഞാൻ ഇന്നയാളുടെ മോനാണ്, ഇന്നയാളുടെ പിതാവാണ്, അതൊരു അലങ്കാരമായിട്ട്. കാരണം മക്കൾ എന്ന് പറയുന്നത് അലങ്കാരത്തിൻ്റെ ഒരു പ്രതീകം. എൻ്റെ മകൻ അവന് വലിയ ആളാണ്, അവനൊന്നെങ്കിൽ എന്ത് ചെയ്യാണ്, രാഷ്ട്രീയ ഘടനയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയാണ് ഞാൻ, അവൻ്റെ ഉമ്മയാണ് ഞാൻ. അല്ലെങ്കിൽ അവൻ വലിയ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉദ്യോഗങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് സീനത്ത്, അലങ്കാരത്തിനായിട്ട് മക്കളുടെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥ. അപ്പം മക്കളെ എന്ന് പറയുന്നത്, മക്കളെ കിട്ടുക എന്ന് പറയുന്ന ഒരു അലങ്കാരം. ഇന്നയാളുടെ പിതാവ്, ഇന്നയാളുടെ ഉമ്മ, അല്ലെങ്കിൽ ഇന്നയാളുടെ പേരക്കുട്ടി, ഇന്നയാളുടെ ഇത് എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാരമാണ്. ഇനി മൂന്നാമതായി വേറൊന്നിനെ പറ്റിയിട്ടും ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ഫിത്നത്ത് എന്നാണ്. മക്കൾ പറഞ്ഞ ഫിത്നയാണ്. വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. അറിയുക, വഅലമു അറിയുക, അൻഫാലിലാണ്. അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്, ഫിത്നയാണ്. ഫിത്ന ഇപ്പോൾ ഒരു മലയാള വാക്കായിരിക്കണം. കാരണം ആളുകളൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ ഫിത്ന കളിക്കല്ലേ, അല്ലെങ്കിൽ ഫിത്ന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം അതൊരു പരീക്ഷണമാണ്, കുഴപ്പമുള്ള പരീക്ഷണം. അതുകൊണ്ട് എപ്പോഴും പരീക്ഷണങ്ങളാണ് ഉണ്ടാവാറ്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. അള്ളാഹുവിൻ്റെ കർമ്മഫലം നൽകുന്നത് അള്ളാഹു ആകുന്നു. അവൻ്റെ അടുക്കൽ ഈ കർമ്മം ഫലം ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കുട്ടികളൊരു പരീക്ഷണമാണ്, സമ്മാനമാണ്, അതല്ലെങ്കിൽ അലങ്കാരമാണ്. ഏത് തലത്തിലാണ് നമ്മൾ ഇവയെ വളർത്തി വലുതാക്കുന്നത് അല്ലെങ്കിൽ ഇവരോട് പെരുമാറുന്നത്, ഇതിനനുസരിച്ചായിരിക്കും കുട്ടികൾ പരീക്ഷണമാകുന്നതും കുട്ടികൾ അലങ്കാരമാകുന്നതും അതുപോലെ തന്നെ കുട്ടികൾ സമ്മാനമായി മാറുന്നതും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വളർത്തു ദോഷം എന്നറിയില്ലേ? ഒരാൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വന്നിട്ട് സങ്കടം പറയാം. സങ്കടം എന്താണ്? അദ്ദേഹം പറയാണ്, എൻ്റെ മകന് ഉരുത്തം കെട്ടുപോയി, ഞാൻ പറഞ്ഞാൽ തീരെ അനുസരിക്കൂല, വീട്ടിൽ ചിലവിന് തരൂല, അല്ലെങ്കിൽ വേറെ സംഗതികൾ ചെയ്യൂല, അവനെ കൊണ്ട് ചീത്തപ്പേര് മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറയാം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരിയല്ലേ, അദ്ദേഹം മകനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ മകൻ വളരെ, കാരണം ഇന്നത്തെ മാതിരി ഒന്നല്ല, ഇന്ന് ഇമാമിങ്ങൾ വിളിപ്പിക്കുന്ന മാതിരി ഒന്നല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരി എന്ന നിലയ്ക്ക് വിളിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ മകൻ ഭവ്യതയോടുകൂടി വന്ന് നിൽക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, താൻ പിതാവ് പറഞ്ഞത് കേൾക്കാറില്ലല്ലേ, പിതാവിനെ അനുസരിക്കാറില്ലല്ലേ? അപ്പം മകൻ ഉടനെ ചോദിക്കുകയാണ്, പിതാവിന് മക്കളോട് ചില ബാധ്യതകളില്ലേ? പിതാവിന് മക്കളോടുണ്ടാവില്ല ചില ബാധ്യതകൾ. അപ്പോൾ ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, തീർച്ചയായും മക്കളോട് ചില ബാധ്യതകളുണ്ട്, അതൊന്ന് എനിക്ക് വിശദീകരിച്ച് തരാൻ പറ്റുമോ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഒന്നാമതായിട്ട് മക്കൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കണം.
അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, അവന് നല്ല പേരിട്ട് കൊടുക്കണം. മൂന്നാമത്തെ സംഗതി, ഖുർആൻ പഠിപ്പിക്കണം. ഈ 3 സംഗതികളാണ് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ എൻ്റെ കഥ കേൾക്കണം. എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കുടുംബത്തിൽ, മോശപ്പെട്ട ഘടനയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീനെയാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചുകൊണ്ട്. അതുകൊണ്ട് അവരാണ് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ അയാൾ മുഖം വീർപ്പിച്ചു. ഈ ഹദീസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സംഭവം പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നൊരു സംഗതിയുണ്ട്. അതെന്നു ചോദിച്ചാൽ, ഒരിക്കൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നതിനിടയിൽ ആ ക്ലാസ് കേട്ട ഒരു പയ്യൻ, ഒരു 10-23 വയസ്സായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉമ്മയെപ്പറ്റി വല്ലാത്തൊരു സങ്കല്പമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എൻ്റെ ഉമ്മയെ എനിക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഉമ്മയോടുള്ള ഒരു സ്നേഹം അങ്ങോട്ട് വരുന്നില്ല. എന്താണെന്നറിയില്ല. ഞാൻ പ്രസംഗമൊക്കെ കേട്ടു, ഇന്നതൊക്കെ കേട്ടു, ഉമ്മയോട് കടപ്പാടും ഇതൊക്കെയാണ്. ഞാനും പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട് ഉമ്മ നമ്മളത്ര, പക്ഷെ എൻ്റെ ഉള്ളിൽ ഉമ്മയോടൊരു സ്നേഹം വരുന്നില്ല. എന്താണ് അതിന് കാരണം? ഞാൻ പറയുന്നത്, ഈ ചോദ്യം ഉമ്മയെ പറ്റിയിട്ടും ഉപ്പയെ പറ്റിയിട്ടും ഒക്കെ കുറേ ആളുകൾ പറയാറുണ്ട്. ഞാൻ അപ്പം തന്നെ അവനോട് ചോദിച്ചു, ഉപ്പയെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഉപ്പ പാവാണ്, പക്ഷേ ഉപ്പയുടെ തിരക്ക് പിന്നെ നമുക്ക് അറിയാലോ, അതുകൊണ്ട് ഉപ്പനെ ഞാൻ വിടുകയാണ് എന്ന് പറഞ്ഞാൽ ഉപ്പയും ഒരുവിധം കണക്ക് തന്നെയാണ്. ഇപ്പം പറഞ്ഞു വരുന്നത്, മാതാപിതാക്കള് മക്കളുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള കഴിവ് എവിടേക്കോ അടച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രസംഗങ്ങളും കൗൺസിലിങ്ങും ഒക്കെ കേൾക്കുമ്പോഴും അവരുടെ മനസ്സിൽ മാതാവ് പിതാവ് എന്ന് പറയുന്ന ആ ഉദാത്തമായ ഘടകം അറ്റുപോയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മളെന്ന പിതാവ് മക്കളോടുള്ള കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കുന്നുണ്ടോ? സമൂഹത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു പല വിദ്യാഭ്യാസങ്ങളും നടത്തുന്നു, അതുകൊണ്ട് നമ്മളും കൊടുക്കുന്നു. നല്ലൊരു ഇംഗ്ലീഷ് മീഡിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ചേർക്കുന്നു. സമൂഹത്തിലുള്ള ആളുകളൊക്കെയും അവരാരായിക്കൊള്ളട്ടെ, ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ, അവരൊക്കെയും ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അതുപോലെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം വേണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളും ആഗ്രഹിക്കുന്നു. അതിലപ്പുറം ഇവർ നമുക്ക് നാളെയിൽ ഉപകരിക്കുന്ന ഒന്നാണ് എന്ന ചിന്തയോടുകൂടി അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് ഇവരെന്ന നിലക്ക് മക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കാറുണ്ടോ? അവിടെ നമ്മൾ പരാജയപ്പെടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് പറയാ, ഉമ്മയെ സെലക്ട് ചെയ്യുമ്പോൾ പോലും, പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ഈ ഉദ്ദേശം അയാളുടെ മനസ്സിലുണ്ടാകണം. ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ ഞാൻ പോകുകയാണ്, ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാ, എന്നിലൂടെ ഒരു തലമുറ കടന്നു വരുന്നു. ആ ചിന്തയോടുകൂടി ഭാര്യ പെണ്ണ് കാണാൻ വേണ്ടി പോവുക. പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും അങ്ങനെയാണ്, സൗന്ദര്യത്തിലായിരിക്കും എല്ലാവരുടെയും കണ്ണ്. ഏറ്റവും സുന്ദരിയാകണം എന്നുദ്ദേശിക്കുന്നതിന് പകരം എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ഉമ്മയായി മാറണം, അങ്ങനത്തെ ഒരവസ്ഥ ചിന്തിക്കുക. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്, നിനക്ക് നല്ലൊരു ഉമ്മയെ തരിക എന്ന് പറയുന്നത് പിതാവിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാ. അപ്പം നിന്റെ മാതാവ് മോശമാണെങ്കിൽ അതിന് ഉത്തരവാദി പിതാവാ. നിന്റെ മാതാവിൻ്റെ സ്വഭാവത്തിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വൈകല്യങ്ങൾ തിരുത്തിയിട്ട് ശരിപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇട്ടിരിക്കുന്ന പേര്, അവൻ പറഞ്ഞു കരിവണ്ട് എന്ന് പറയുന്ന ഒരു തരം ജ്വാല എന്ന് പറയുന്ന പേരാ. അപ്പോൾ ഉമർ ചിരിച്ചിട്ട് പറഞ്ഞു, കരിവണ്ട് എന്നാണോ നിനക്ക് ഇട്ടിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പേര്, അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിലർക്ക് ഇതിനേക്കാൾ മോശമായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, ആളുകളുടെ മനസ്സിൽ നന്മയുടെ പ്രതീകമായി തോന്നുന്ന രൂപത്തിൽ ഏറ്റവും ഉദാത്തമായ പേര് മക്കൾക്ക് നൽകുക എന്ന് പറയുന്നതാണ്. പിന്നെ പറയുന്നത്, നീ ഖുർആൻ പഠിപ്പിക്കുക. ഖുർആൻ പഠിപ്പിച്ചാൽ അവൻ്റെ ഉള്ളിൽ ഖുർആനായിരിക്കും പിന്നെ അവനെ നിയന്ത്രിക്കുക. നമ്മൾ എന്താ പറയുക,
ഒരു സാധനത്തിൽ എന്ത് നിറക്കുന്നു അതാണല്ലോ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കുക. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറയണ്ടേ, അയാളുടെ കുടുംബത്തിൽ മകനെ ഹാഫിലാക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തി. 2 വർഷം കൊണ്ട് അവന് ഹിഫുള്ളാക്കി ഖുർആനൊക്കെ. എന്നിട്ട് നാട്ടിൽ വന്നു. ഇപ്പം അവനാണ് ഏറ്റവും വലിയ യുക്തിവാദി. എന്നിട്ട് പറയാണ് എന്താണ് ഇതിന് പരിഹാരം. ഇപ്പം ഞാൻ അവനോട് പറഞ്ഞു, നമ്മൾ ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു സ്റ്റൈല് പോലെ, ഒരു ശൈലി പോലെ. നാട്ടിലുള്ള ആളുകളൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്ത് ചെയ്യാണ്, ചിലയിടത്തൊന്നും ഫീസ് വാങ്ങാതെ പഠിപ്പിക്കുക. എന്നാൽ പിന്നെ എൻ്റെ മോൻ ഖുർആൻ പഠിച്ചോട്ടെ. അങ്ങനെ ഫീസില്ലാത്തൊരു, നമ്മൾ ഒരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു MBBS-നോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് പോയാൽ നമുക്കറിയാം ലക്ഷങ്ങൾ ചിലവ് വരും. പക്ഷെ ഫ്രീ ആണ് ഖുർആൻ എങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കാം. അങ്ങനെ ഖുർആനിൻ്റെ അർത്ഥം അറിയില്ല, അതിൻ്റെ ആശയങ്ങൾ അറിയില്ല, അതിൻ്റെ വ്യാപ്തി അറിയില്ല, ഒന്നുമേ അറിയില്ല. എന്തോ കുറേ ബൈഹാർട്ടാക്കിയിട്ട് ഇത് ചൊല്ലിക്കൊടുത്തു. ആളുകൾ ആദരവോടുകൂടി കൊണ്ടുവരുന്ന ഭക്ഷണം ലാവിഷായി സുഭിക്ഷമായി ആഹരിച്ചു. പക്ഷെ കുറേ കഴിയുമ്പോൾ അവർ മാറി ചിന്തിക്കും. അപ്പോൾ അവർ ഖുർആനോട് തന്നെയുള്ള മമതയും മതിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം പറഞ്ഞു വരുന്നത്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പിതാക്കന്മാർ ചെയ്യേണ്ട വലിയൊരു ദൗത്യമാണ്. അതെങ്ങനെ പഠിപ്പിക്കണം, അത് അർഹിക്കുന്ന രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും ചെയ്യേണ്ട സംഗതിയാണ്. മക്കളെ കൊണ്ട് 3 ലോകത്തും ഗുണം കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദുനിയാവിൽ മാത്രമല്ല, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ദുനിയാവിലാണ്. മക്കൾ പഠിച്ചു വളർന്ന് ദുനിയാവിൽ തന്നെ നമുക്ക് ഗുണം കിട്ടുക. കാറ്, വീട്, സൗകര്യങ്ങൾ. നമ്മൾ ചില ആളുകളെ പറ്റി പറയാറുണ്ട്, അവൻ്റെ മക്കളൊക്കെ വളർന്ന് വലുതായപ്പോൾ പോന് കാറായി, കയ്യിൽ കണ്ട വാച്ച് കണ്ടാൽ ഭയങ്കര വിലപിടിപ്പുള്ളതാണ്, ഭയങ്കര മൊബൈലാണ് അവൻ വെക്കുന്നത്, ഇന്നതെന്ന് പറയും. അപ്പോൾ ദുനിയാവിൽ മക്കളെ കൊണ്ട് ഗുണം കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു മെച്ചം തന്നെയാണ്, അതുണ്ടാവണം. പക്ഷെ ദുനിയാവിൽ മാത്രമല്ല, രണ്ടാമത് ബർസഖി ജീവിതം. ബർസഖി ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതവും പരലോകത്തെ സ്വർഗവും അതിനിടയിലുള്ള കുറേ ജീവിതമുണ്ട്. ഖബറിനുള്ളിലെ അതുപോലെയുള്ളൊക്കെ ഘടകങ്ങളിലൊക്കെ ഉള്ള ജീവിതം ബർസഖി ജീവിതം എന്നാ പറയാം. അവിടെയും കിട്ടണം നമുക്ക് ഗുണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മാത, ഈ അബൂ ഹുറൈറ ഉദ്ധരിച്ച ഒരു ഹദീസാണ്, ഇദാ മാത ഇബ്നു ആദം ഇൻഖതാ അൻഹു അമലുഹു എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു, ഒരു ആദമിൻ്റെ പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം മുറിഞ്ഞു, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുറിഞ്ഞു. ഇല്ലാ മിൻ തലാത്തി, 3 അല്ലാതെ. അതിലൊന്ന് പറഞ്ഞത് സ്വതക്കത്തിൻ ജാരിയ. സ്വതക്കത്തിൻ ജാരിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തപ്പോൾ അയാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. 1,00,000 രൂപയൊക്കെ കിണറിന് ചിലവ് വരുള്ളൂ. ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ആ കിണർ എത്ര മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതെന്നൊക്കെ, അവർ വെള്ളം കുടിക്കുന്നതെന്നൊക്കെ, മൃഗങ്ങൾ, പക്ഷികൾ, ഇവരൊക്കെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അയാൾ ഒരു കിണറുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് വലിയ സംഗതി. അതാണ് സ്വതക്കത്തുൽ ജാരിയ. കിണർ മാത്രമല്ല, അയാളൊരു പള്ളി ഉണ്ടാക്കി. ഒരു പള്ളി ഉണ്ടാക്കാനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ അയാളൊരു മുസല്ല പറഞ്ഞ ഒരാൾ നിസ്കരിക്കാനുള്ള ഒരു സ്പേസ്, അതിനുള്ള പൈസ ഉണ്ടാക്കി. ചിലപ്പോൾ 2,000, 3,000, ചിലപ്പം 10,000 രൂപയായിരിക്കും അതിനുള്ള ചിലവ്. ഒരു മുസല്ല, ഒരു പള്ളിയിൽ എന്ത് ചെയ്യണം, ഒരു ഏരിയ അദ്ദേഹം സ്വന്തമാക്കി. അതുപോലെ മദ്രസ ഉണ്ടാക്കി. അതുപോലെ പലതും പട്ടിണി പാവങ്ങൾക്ക്, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതിങ്ങനെ എല്ലാ കാലവും കിട്ടത്തക്ക രൂപത്തിലുള്ള സംവിധാനം അയാൾ ഒരുക്കി കൊടുത്തു. അതിനെയാണ് സ്വതക്കത്തുൽ ജാരിയ. അപ്പം അയാൾ വിട്ടേച്ചു പോയ സ്വതക്കത്തുൽ ജാരിയ മുഖേന അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ലോകത്തും കിട്ടും, പരലോകത്തും, ബർസഖി ജീവിതത്തിലും കിട്ടും, സ്വർഗ്ഗലോകത്തും കിട്ടും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, പ്രയോജനകരമായ അറിവ്. ഞാനൊരു അറിവ് നിങ്ങളെ പഠിപ്പിച്ചു, അത് നിങ്ങൾ കേട്ടു, എന്നിൽ നിന്നാണ് അറിവ് കേട്ടത്. അതിനുശേഷം നിങ്ങളത് ആരിലേക്കൊക്കെ പോയി, അത് ആർക്കൊക്കെ ഉപകാരപ്പെട്ടു, അവരുടെ ഒക്കെ അറിവ് എനിക്കൊരു പ്രതിഫലമായിട്ട് കിട്ടുക. അങ്ങനെ അറിവ് നേടിയിട്ട് ആ അറിവ് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പറയുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. അതിൽ എന്തറിവും ആകാം, ഖുർആനും ഹദീസും ഒക്കെ ആകാം. അതുകൂടാതെ തന്നെ കറണ്ട് കണ്ടുപിടിച്ചതും അതുപോലെ മറ്റു പല കണ്ടുപിടുത്തങ്ങളും അതുകൊണ്ടുണ്ടായ ഉപകാരം ഒക്കെ പറ്റും. പക്ഷേ എന്തായിരിക്കണം,
അതിൽ നന്മയുണ്ടാകണം എന്നുള്ളത് മാത്രം. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സംഗതികൾ, അതിൻ്റെ ഫലം, അനന്തരഫലങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിന് അത് കിട്ടും. പിന്നെ പറഞ്ഞത് ആ വലദിൻ സ്വാലിഹ്, നല്ല സ്വാലിഹായ മക്കൾ, അവരുടെ പ്രാർത്ഥന അതുണ്ടാകുക എന്ന് പറയുന്നതാണ്. ഇന്നലെ എൻ്റെ അടുത്തൊരു വീഡിയോ എനിക്ക് അയച്ചു തരികയുണ്ടായി. ആ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളിതിനൊന്നും മറുപടി പറയണം. ഇപ്പം നോക്കുമ്പോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഇതേമാതിരി ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. വിരുന്ന് കയറി പോകുമ്പോൾ തന്നെ അവിടെ അവളുടെ നാത്തൂനുണ്ട്. നാത്തൂൻ പറയാണ് വന്നല്ലോ എന്ന്. അപ്പോൾ ചെന്നിട്ട് ബ്രദറിനോട് ചെന്നിട്ട് എന്ത് ചെയ്യാണ് പറയുക, നിങ്ങളെ അഞ്ചത്തി വന്നിട്ടുണ്ട് എന്ന്. അതൊരു മോശപ്പെട്ട രൂപത്തിലാണ് അതിൻ്റെ അവതരണം. അപ്പോൾ അയാൾ പറയാണ്, ഇപ്പോൾ ഒരു മാസം മുമ്പല്ലേ പോയത്, ഇപ്പം തന്നെ ഇങ്ങോട്ട് വരണോ? പിന്നെ അവർക്കിടയിലുള്ള സംഭാഷണമാണ്. എന്നിട്ട് അവസാനം ആ വീഡിയോയുടെ കാതലായ വശം എന്താണെന്ന് പറഞ്ഞാൽ, അവൾ പറയാണ്, വാപ്പ ഉമ്മ മരിക്കുന്നതോടുകൂടി കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികൾ പടിയിറങ്ങി, പിന്നെ അവർക്ക് കയറി ചെല്ലാൻ ഒരിടമില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഇനി വരൂല, വാപ്പമ്മി മരിച്ചതുപോലെ ബ്രദറും മറ്റുള്ളവരൊക്കെ മരിച്ചു എന്ന്. അതാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. പക്ഷെ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ ചേർത്ത് വെക്കുകയാണ്. മൻ കാന ലഹു സലാസു ബനാത്തിൻ ഔ സലാസു അഖ്വാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ 3 പെൺകുട്ടികളെ വളർത്തി, ഔ സലാസു അഖ്വാത്തിൻ, അല്ലെങ്കിൽ 3 സഹോദരിമാരെ വളർത്തി. ശ്രദ്ധിക്കുക, പെൺകുട്ടികളെ വളർത്തി, അതേപോലെ തന്നെ 3 സഹോദരിമാരെ വളർത്തി. എന്നിട്ട് പറയാ ഔ ബുനത്താനി, അതല്ലെങ്കിൽ 2 പെൺകുട്ടികളെ വളർത്തി, ഔ ഉഖ്താനി, അല്ലെങ്കിൽ 2 സഹോദരിമാരെ വളർത്തി പറഞ്ഞാൽ അവരെ പരിപാലിച്ചു പോറ്റിയൊക്കെ കൊണ്ടുവന്നു. ഫ അഹ്സന സുഹ്ബത്തഹുന്ന, അവരോട് ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. വെച്ചാൽ അവരെ അഞ്ചത്തിയാണെങ്കിൽ അഞ്ചത്തിയാക്കിയിട്ട് ചേർത്ത് നിർത്തി, അവൾക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനമൊക്കെ കൊടുത്തു. മകളാണെങ്കിൽ മകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ ചെയ്തു. എന്നിട്ട് പറയാം, വത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫീഹിന്ന ദഖലൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പായി. അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസിൽ എന്താ ഉള്ളത്? 2 പെൺകുട്ടികളെ വളർത്തി, അല്ലെങ്കിൽ 3 പെൺകുട്ടികളിൽ 2 പെൺകുട്ടികളെ വളർത്തിയാൽ സ്വർഗം കിട്ടുമെന്ന്. ഇവിടെ പറയാണ് പെൺകുട്ടികളെ മാത്രമല്ല, സഹോദരിമാരെ, 2 സഹോദരിമാരെ അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ട്. വാപ്പക്ക് 3 മക്കള്, 3 പെൺകുട്ടികളുണ്ടായിരുന്നു. വാപ്പ എന്നെ കല്യാണം കഴിച്ചൊക്കെ കൊടുത്തത്, പക്ഷെ വാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി. അവർ നമ്മുടെ സഹോദരിമാരാണ്. അവരെ സംരക്ഷിച്ചു, അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ബാധ്യതയും, അവരോടുള്ള സ്നേഹവും കടപ്പാടും കടമയൊക്കെ നിർവഹിച്ചാൽ സ്വർഗം നമുക്ക് ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളെ സംരക്ഷിക്കുക, കുട്ടികളോടുള്ള ബാധ്യത നിർവഹിക്കുക, കടപ്പാടുകൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. അത് നിർവഹിക്കുമ്പോൾ നമുക്ക് തണലാകുന്ന മക്കളുണ്ടാകും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് അല്ലാഹു തന്ന സമ്മാനമായിട്ട് നമുക്കത് പരിഗണിക്കാൻ കഴിയും. അപ്പോൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാണ്, ഇതെനിക്ക് കിട്ടിയ, അല്ലാഹു എനിക്കിത് കിട്ടിയ സമ്മാനമാണ്. അതിന് കുറേ സംഗതികൾ നമ്മൾ ചെയ്തേ പറ്റൂ. അതിലൊന്നാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് റോൾ മോഡലായിട്ട് കുട്ടികൾക്ക് തോന്നണം. പല പെൺകുട്ടികൾക്കും ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ റോൾ മോഡലാണ്. പക്ഷെ അത് മാത്രം പോരാ. മാതാവും പിതാവും റോൾ മോഡലാകുക എന്ന് പറഞ്ഞാൽ അവരാണ് അവർക്ക് ഏറ്റവും വലുത്. ഇപ്പം നമ്മൾ പറയണം, മൊബൈൽ എടുക്കരുത് കേട്ടോ, മൊബൈൽ നോക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ മാതാവും പിതാവും മൊബൈലിലാണ് 24 മണിക്കൂറുമെങ്കിലോ. റീൽസ് കാണരുത് എന്ന് പറയുമ്പോൾ റീൽസാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അവർക്ക് മുന്നിൽ റോൾ മോഡലായിട്ട് മാറുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയും, കുറച്ച് കഴിച്ചാൽ മതി, ഇട്ടാ തടി കൂടും. നമുക്കേ ഇതങ്ങനെയാണെങ്കിലോ, നമ്മൾ തന്നെ ഇഷ്ടം പോലെ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലോ. അങ്ങനെ ഓരോന്നും, പാത്രം കഴുകുന്നത് മുതൽ ഓരോ സംഗതികൾക്കും നമ്മൾ റോൾ മോഡലായിട്ട് മാറുക എന്ന് പറയുന്നത്. ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നല്ല ശീലങ്ങൾ പകർന്നു നൽകണം. നമസ്കാരത്തിലുള്ള ശുഷ്കാന്തി നമ്മൾ മാത്രമല്ല, മക്കളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഓരോ വക്തിനും വരൂ മക്കളെ എന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുപോകാൻ കഴിയണം. അവരോടൊപ്പം സഞ്ചരിക്കുക, യാത്ര ചെയ്യുക.
ഇടയ്ക്കിടയ്ക്ക് ഗൃഹയോഗം എന്ന് പറഞ്ഞാൽ മക്കളെ ചേർത്ത് വീട്ടിലെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് ഉപ്പയ്ക്ക് ഇന്ന ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് ഇത്ര മിച്ചമുണ്ട്, ഉപ്പയ്ക്ക് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് കഴിയേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഭാവിയിലുള്ള സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, നാളെന്താ മീൻ വാങ്ങേണ്ടത് മുതലുള്ള സംഗതികൾ പരസ്പരം ചർച്ച ചെയ്യുന്ന മക്കളായിട്ട് മാറുക. അതുപോലെ മക്കളെ ചേർത്ത് പ്രാർത്ഥിക്കുക. മക്കളെ ചേർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. നമ്മളൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും മൊയ്ലിയാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമുള്ള പ്രാർത്ഥനയായിട്ട് മാറിയിട്ടുണ്ട്. അവർ കൈ ഉയർത്തുമ്പോൾ നമ്മളും കൈ ഉയർത്തുന്നല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കൈ ഉയർത്തുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിയുണ്ട്, ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, കാരണം കുട്ടിക്ക് 4 വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ 3 വയസ്സേ ഉള്ളൂ. നമ്മൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ കുട്ടി അടുത്ത് വന്നതാ. അപ്പോൾ കുട്ടീനെ എങ്ങനെ പിടിച്ചിട്ട് കുട്ടിയുടെ കയ്യും കൂടി പൊക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് തുടർന്ന് 5 വയസ്സായി, 6 വയസ്സായി, 10 വയസ്സായി വലിയ കുട്ടികളും മക്കളൊക്കെ വന്നിട്ട് ഇരിക്കുമ്പോൾ അവിടെ നമുക്കൊന്നിച്ചിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഭാര്യയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള സന്തോഷകരമായ ഒരു കുടുംബം അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.